ഭക്ഷ്യവിഷബാധ മൂലം ഒരു കുഞ്ഞ് മരിച്ചത് ഒരാഴ്ച മുൻപാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. അതിനുശേഷം വീണ്ടും ഭക്ഷ്യവിഷബാധ ജില്ലയിലെങ്ങും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇതിനെപ്പറ്റി സാറിന് എന്താണ് അഭിപ്രായം പറയാനുള്ളത്? ഇതിനെപ്പറ്റി സാർ എന്ത് പറയുന്നു? ഇതിനിപ്പോ അങ്ങനെ അഭിപ്രായം പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അതായത് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ അനുമതിയില്ലാതെ തുറന്നു പ്രവർത്തിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അതെല്ലാം ഞങ്ങൾ പൂട്ടിക്കും. മാഡം, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും കാലമായിട്ട് ഇതൊന്നും അന്വേഷിക്കാതിരുന്നത്? ആരെ പറഞ്ഞു? ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് അന്വേഷണം നടക്കുന്നു. എത്രയോ ഹോട്ടലുകൾ പൂട്ടിച്ചു. ദുരന്തത്തിന് ശേഷമല്ലേ? ഇല്ല, നിങ്ങൾ ഒരു കാര്യം മനസ്സിലായിക്കോ. ഇനി ഒരു ഹോട്ടലുകളും ഇവിടെ തുറന്ന് പ്രവർത്തിക്കില്ല. എല്ലാ ഹോട്ടലുകളും ഞങ്ങൾ പൂട്ടും. ആരും ഭക്ഷണം കഴിക്കും. ഇങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് കേരളത്തിൽ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള കാര്യം അത് ഞങ്ങൾ കാണിച്ചു തരാം. അല്ലേ? ഇനി ഇവിടെ സംസാരിച്ചോണ്ട് അത്രയും സമയം തുറക്കിങ്ങോട്ട്. ഇനി ജില്ലയിൽ ഒരു ഭക്ഷ്യവിഷബാധ പോലും റിപ്പോർട്ട് ചെയ്യപ്പെടുകയില്ല എന്നാണ് നമ്മൾക്ക് ഓഫീസർമാർ നൽകിയിരിക്കുന്ന ഉറപ്പ്. അതോടൊപ്പം തന്നെ അനധികൃതമായി പ്രവർത്തിച്ചു പോകുന്ന ഓരോ ഹോട്ടലുകളും പൂട്ടിക്കുമെന്നും നമുക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നു. ഈ ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാം. ഫിഷ് ടിവിക്ക് വേണ്ടി ക്യാമറമാൻ ഷിനാസിനോടൊപ്പം KA ശാലിനി. अरे भाई जल्दी करो ബിരിയാണി എന്ത് നമുക്കുള്ള അടുത്ത് മലയാളം പറയാൻ എന്താ ശമ്പളം ചോദിക്കാൻ മാത്രം അറിയാം. പൈസ ആയോ വേഗമായി ചെയ്യാണ്ട് ആൾക്കാർ വന്നു തുടങ്ങി ബിരിയാണിക്ക്. ഏട്ടങ്കറായി മനുഷ്യൻ. അതെ, നമ്മുടെ ഈ ചിക്കന്റെ ചാപ്സിൽ ഇച്ചിരി ഉപ്പ് കുറവുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഉപ്പ് ഞാൻ കുറച്ചാണേ. എന്താ സകല ആൾക്കാർക്കും പ്രഷറും ഷുഗറൊക്കെ അല്ലേ? നിങ്ങളൊക്കെ നമ്മുടെ സ്ഥിര ആൾക്കാരല്ലേ? ഞാൻ ഏരിയത്തെ ഒരൊറ്റ ഹോട്ടൽ ഭക്ഷണം കഴിക്കാൻ പോല ഇവിടെ മാത്രമേ വരൂ. അതെ, അനക്കിപ്പോ ഇവിടുന്ന് അല്ലാണ്ട് വേറെ എവിടുന്ന കടം കിട്ടുക? അങ്ങനെ പറയാൻ പാടില്ല. നിങ്ങൾ നമുക്കൊരു സ്നേഹമുണ്ട്, ഒരു പെരുമാറ്റമുണ്ട്. അത് ഏടുന്ന് കിട്ടൂല. സ്നേഹബന്ധം രക്തബന്ധത്തിന് അപ്പുറമാണ്. അത് ശരിയാണ്. എന്നാലും ഇടക്ക് കായൊന്നും അല്ലെങ്കിൽ ഈ രക്തബന്ധം മുറിയും. ഇന്നലെ ഞാൻ പാലക്കാട് ഒരു ഓട്ടം പോയി കുരുമുളക് പോയിട്ടു. അവിടെ ഒരു കടയിൽ കയറി ഭക്ഷണം കഴിച്ചെന്റെ ഉമ്മേ, അപ്പോഴാണ് കോയക്കയുടെ ഭക്ഷണത്തിന്റെ ആ ഒരു മഹത്വം അറിയാൻ പറ്റിയത്. മന്മതകളുടെ കാര്യം പറയാലോ, ഞാൻ ഇവിടെ ഉണ്ടല്ലോ വലിയ ലാഭത്തിന് വേണ്ടിട്ടല്ല, നമുക്ക് നല്ല രീതിയിൽ ഇത് നിന്നു പോണം. പറഞ്ഞൊരു സ്ഥിരം പറഞ്ഞ ആൾക്കാരാണ്. വീട്ടില് രാവിലെ ഭാര്യ ചായ ഇട്ട് വന്നാലും ഇവിടെ വന്നൊരു ചായ കുടിച്ചാലേ എനിക്ക് മനസ്സിലൊരു തൃപ്തിയുള്ളൂ. ഒരു കാര്യം പറയാം, നിങ്ങൾ എന്ത് വില കൊടുത്ത് ഇവിടെ പൊറോട്ട അടിക്കുന്ന പയ്യനുണ്ടല്ലോ അസനെ, അവനെ പുറത്തു വിടരുത്. അസനല്ലേ? അസന പണിക്കാരനല്ലേ? വിടൂല, ഓനെ വിടൂല. ഓണ്ടല്ലോ നോക്ക്, 50 കിലോ മാവിന് ഇങ്ങനെ പൊറോട്ട അടിച്ച് വേർത്തു കുളിച്ച് ഇങ്ങനെ നിന്നാലും ഓൻ പണിയെടുത്തൂല. പൊറോട്ട കുപ്പൊക്കല്ലേ? കഴിച്ചോളി കേട്ടോ. ശരി, എങ്ങടെ പേര് പോണ അടുക്കളയിലേക്ക്? അതെ, എന്താണ് ഇഷ്ടം പോലെ ഫാമിലി പറഞ്ഞുണ്ട് പല സ്ഥലത്തുനിന്നും. നല്ല തിരക്കാ. ഉച്ചയ്ക്ക് ഭയങ്കര കച്ചവടം, ബിരിയാണി നല്ല ഫുഡാ. എനക്കൊന്ന് ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞ പണിക്കാറൊന്നും ഇവിടെ 2-3 ആൾ ആവശ്യമുണ്ട് പറഞ്ഞു. പക്ഷേ എന്തൊക്കെ പറഞ്ഞാൽ ഈ ഗ്രേവി സാറേ ഞാൻ പറഞ്ഞു സാറേ. അല്ല സാറേ, അല്ല സാറേ. നിങ്ങൾ ഒരക്ഷരം പറയണ്ട. നിങ്ങളുടെ കടയിലുള്ള മുഴുവൻ ചീന സാധനങ്ങളാണ്. അടുക്കളയ്ക്ക് കാരം പാകില്ലല്ലോ. ഇങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഇവിടെ കേരളത്തിലുണ്ടെന്നുള്ള കാര്യം അറിയാതെയാണ് നിങ്ങളൊക്കെ കളാടത്തിക്കൊണ്ടിരിക്കുന്നത്. നല്ല വൃത്തിയിൽ കൊണ്ടു നടക്കണമെന്ന് 2 പണിക്കാരില്ലാത്ത ദിവസം നോക്കി നിങ്ങൾ വന്നിട്ട് ഞാൻ പറഞ്ഞത് ഇന്നത്തേണ്. ഞാൻ അമുക്കിനോട് പറഞ്ഞ് ഏൽപ്പിച്ചോ കളഞ്ഞില്ല. പുഴുണ്ട് സാറേ, അത് ഞാൻ പറഞ്ഞ പുഴു എന്നുള്ള സിനിമ ഇറങ്ങിയിട്ട് സകല പണിക്കാർ ഇപ്പൊ ഇതുമ്മ തോണ്ടിയിട്ട് ഇരിക്കാണ്. അതെ, അവിടെ ഇരിക്കുന്ന ചിക്കൻ കറിന്ന് പൂച്ച വന്ന് ചിക്കൻ എടുത്തോണ്ട് പോകുന്നത് ഞാൻ കണ്ടോ. പൂച്ചക്കെടുക്കാനുള്ള മുതലൊന്നും എന്തിനു ഹോട്ടൽ നടത്തുന്ന ആൾക്കാരെ കൊല്ലാനാണ്? എന്തൊക്കെ വൃത്തിയില്ലാത്ത ഭക്ഷണം
നാളും നല്ല ഭക്ഷണം തന്ന ഒരാളല്ലേ ഞാൻ. ഇത്ര നാളെന്ന് ഞാൻ എന്റെ മേഡം ഇവിടെ ഒരു ദിവസം വൃത്തിയില്ലാത്ത ഭക്ഷണം തന്നെയാണ് കൊടുക്കുന്നത്. ഒരു വൃത്തിയില്ല, ഈച്ചയാണ് ഈച്ച. പറഞ്ഞേച്ചി. എന്ത് പറയണം, എന്ത് പറയണം? നിങ്ങൾ ഇനി കൂടുതലൊന്നും പറയണ്ട. നിങ്ങൾ ഇനി കട നടത്തണ്ട. ഇവിടെ ഒരു കടയും നടത്തണ്ട. ഒക്കെ ഞങ്ങൾ പൂട്ടിക്കും. ഇന്ന് നന്നാവും നാളെ നന്നാവും എന്ന് പറഞ്ഞ് നോക്കിയിട്ട് ഇതുവരെ നന്നായില്ല. ഇനി നടത്തണ്ട. പൂട്ടുന്ന ഇപ്പൊ തൊഴിലാളിയക്കം സിന്ദാബാദ്. പരിശോധനയുടെ പേര് പറഞ്ഞ് പരിശോധനയുടെ പേര് പറഞ്ഞ് ഹോട്ടലുകാരെ പട്ടിണിയാക്കിയ ഹോട്ടലുകാരെ പട്ടിണിയാക്കിയ ഉദ്യോഗസ്ഥർ തുലയട്ടെ. അവസാനിപ്പിക്കുക. ഹോട്ടലുകാരെ ജീവിക്കാൻ അനുവദിക്കുക. ഉദ്യോഗസ്ഥർ നീതി പാലിക്കുക. ഉദ്യോഗസ്ഥർ നീതി പാലിക്കുക. പ്ലീസ് നിങ്ങൾ ഞങ്ങളൊരു കാര്യം ചെയ്തോണ്ടിരിക്കുകയാണ്. നിങ്ങൾ വെറുതെ തടസ്സം ഉണ്ടാക്കാൻ നിൽക്കരുത്. അത് ചെയ്യരുതെന്നാ പറയണവര്. ആ ചെയ്യരുതെന്ന് പറയാൻ പറ്റില്ല. ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? അപ്പൊ ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? ലോൺ എടുത്തും കടം മേടിച്ചും ഒക്കെയാണ് ഞങ്ങൾ ഇത് നടത്തിക്കൊണ്ടുപോകണം. നിങ്ങൾ എന്തിനാണ് ഈ പഴകിയ സാധനങ്ങൾ ആര് പഴകിയ സാധനം പറ്റുന്നത്? ഈ വിഷമാണ് ആൾക്കാർ എന്താ പോയിക്കത്? പ്യാരിയത്ത് കളയാൻ വെച്ചിട്ടില്ല കൂട്ടാൻ അന്ന് നോക്കിയിട്ടാണ് കളയാൻ വെച്ച സാധനം എടുത്ത് അതൊന്നും ആ ന്യായങ്ങളൊന്നും ഇവിടെ പറയണ്ട. എടോ തന്റെ ഹോട്ടൽ പൂട്ടിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ നോട്ടീസ് തന്നാണല്ലോ. നോട്ടീസ് സാറ് തന്നിട്ട് എന്താ എനിക്കും ഇത്രയും പേർക്കും ജീവിക്കണ്ടേ? നിങ്ങൾ അങ്ങനെ ജീവിക്കണ്ട. തന്റെ ഹോട്ടലിന്റെ വാട്ടർ ടാങ്കിന്റെ മുകളിൽ അവിടുത്തെ തൊഴിലാളികൾ അണ്ടർവെയർ ഉണക്കാനിട്ട് ഞാൻ കണ്ടതാണോ? അത് അതിന്റെ മുകളിലല്ലേ, അതിന്റെ ഉള്ളിൽ മുക്കിയൊന്നും ഇട്ടിട്ടില്ലല്ലോ. എന്താ സാറേ ഇവന്റെ കടയിലെ സ്റ്റാഫുകളുണ്ടല്ലോ പെറോട്ടക്കല്ലിലിട്ടാണ് അണ്ടർവെയർ ഉണക്കണം. സാറേ അത് മഴക്കാലത്ത് കച്ചവടം കഴിഞ്ഞിട്ടാണ്. അല്ല സാറേ, നിങ്ങൾ ഈ ഞങ്ങളുടെ ഹോട്ടലുകൾ മാത്രമല്ലേ വന്ന് ചെക്ക് ചെയ്യണുള്ളൂ. നിങ്ങൾ ഈ തട്ടുകട ഒന്ന് ചെക്ക് ചെയ്യണണ്ട. അവിടെ ഒരു ബക്കറ്റ് വെള്ളത്തിലാണ് ഒരാഴ്ച പാത്രം കഴുകണത്. എല്ലാം ഞങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ട്. തട്ടുകട മുതൽ സ്റ്റാർ ഹോട്ടൽ വരെ ഞങ്ങൾ പൂട്ടിക്കും. ഒരാളിനും ഇവിടെ ഭക്ഷണം കഴിക്കണ്ട. പൂട്ടിക്കാൻ തന്നെ ഭക്ഷണം കഴിക്കാതെ ചാകട്ടെ. ഉദ്യോഗസ്ഥർ നീതി പാലിക്കുക. ഉദ്യോഗസ്ഥർ നീതി പാലിക്കുക. ഹോട്ടലുകാരെ ജീവിക്കാൻ അനുവദിക്കുക. ഹോട്ടലുകാരെ ജീവിക്കാൻ അനുവദിക്കുക. ഇവിടെ ഉണ്ടായിരുന്നില്ലേ? അവര് പോയാ? അവര് പോയി. ഞാൻ പോയിക്കോളൂ. അല്ലല്ല എന്താ ബിരിയാണി എന്താ അല്ല ഇവർക്ക് നല്ല ബിരിയാണി കൊടുത്തു.